ഇതിന് സാക്ഷ്യം വഹിക്കുന്ന കൂട്ടിക്കലിലെ നാനാജാതി മതസ്ഥരായ സഹോദരീ സഹോദരങ്ങളെ, ക്രൈസ്തവ ഐക്യവേദിയുടെയും മാപ്പിള നസ്രാണി സംഘത്തിന്റെയും കൂട്ടിക്കലെ വിവിധ ജാതി മതസ്ഥരുടെയും നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന രക്ഷാ സന്ദേശ റാലി കൂട്ടിക്കൽ കുരിശുപള്ളി കവലയിൽ എത്തി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏറ്റവും വലിയ ആഘോഷമാണ് ക്രിസ്മസ്. ആ മഹത്തായ ആഘോഷത്തിൽ കൂട്ടിക്കലെ നാനാജാതി മതസ്ഥരായ സഹോദരങ്ങളും പങ്കുചേരുന്ന മനോഹരമായ നിമിഷമാണിത്. ലോകത്ത് യുണൈറ്റഡ് 196 രാജ്യങ്ങളിൽ 176 രാജ്യങ്ങളിലും ക്രിസ്മസ് പരസ്യമായി ആഘോഷിക്കപ്പെടുന്നു. 148 രാജ്യങ്ങളിൽ ക്രിസ്മസ് പൊതു അവധി ദിവസമാണ്. ലോകത്തെ എല്ലാ ജാതി മതസ്ഥരും ആഹ്ലാദാരവങ്ങളോടെ ചൊല്ലുന്ന, ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന മനോഹരമായ സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അടുത്ത ദിവസം ഒരു പുസ്തകം വായിച്ചു. ആ പുസ്തകം എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഡൽഹിയിലെ അദ്വൈത ആശ്രമത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ്. ആ പുസ്തകം സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ള പുസ്തകം വായിച്ചപ്പോൾ ഞാൻ അത്ഭുത പരാന്തരനായിപ്പോയി. കാരണം സ്വാമി വിവേകാനന്ദൻ തന്റെ അനുയായികളോട് പറഞ്ഞു, നിങ്ങള് എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷിക്കണം. അദ്ദേഹം 5 നിർദ്ദേശങ്ങൾ തന്റെ അനുയായികൾക്ക് കൊടുക്കുകയാണ്. ഒന്നാമത്തെ നിർദ്ദേശം ഇതാണ്: രാത്രിയിൽ, ക്രിസ്മസിന്റെ രാത്രിയിൽ നിങ്ങൾ യേശുദേവന്റെ പടം അലങ്കരിച്ച് നിങ്ങളുടെ മഠങ്ങളിൽ വെക്കണം. അനുയായികള് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ മഠത്തിലെ അനുയായികൾ, ലോകം മുഴുവനുള്ള എല്ലാ അനുയായികളോടുമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നും അത് അതേപോലെ തന്നെ എല്ലാ മഠങ്ങളിലും ആചരിക്കപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കണം, വിശുദ്ധ ഗ്രന്ഥത്തിലെ സുവിശേഷം വായിക്കണം. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ സന്യാസിമാരോട് നിങ്ങൾ കരോൾ ഗാനം ഈ സുവിശേഷത്തിലെ ഒരു ഭാഗമെടുത്ത് ധ്യാനിക്കണം. അഞ്ചാമത് പിറ്റേ ദിവസം അതിന് ചേർന്ന് ഒരു ക്രിസ്മസിന്റെ സന്ദേശം ഹൃദയത്തിൽ ആവാഹിച്ചിട്ട് ലോകാവസാനം വരെ തന്റെ എല്ലാ ക്രിസ്മസ് ആചരിക്കണമെന്ന് തന്റെ അനുയായികളോട് ബോധിപ്പിച്ചു. ഇന്നും എല്ലാ ശ്രീരാമകൃഷ്ണ മഠങ്ങളിലും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടു 2008 146 മുസ്ലിം പണ്ഡിതന്മാർ 40 രാജ്യങ്ങളിൽ നിന്നുള്ള 146 മുസ്ലിം പണ്ഡിതന്മാർ 2008 ബെനഡിക്ട് 16 പാപ്പായ്ക്ക് ഒരുമിച്ച് ഒപ്പിട്ട് ഒരു ക്രിസ്മസ് സന്ദേശം അയച്ചു. പാപ്പായോട് പറഞ്ഞു, അഭിയന്റെ പിതാവ്, ഞങ്ങളും അങ്ങയോടൊത്ത് ഈ ക്രിസ്മസ് സന്ദേശത്തിൽ പങ്കുചേരുകയാണ്. 2018 ജോർദാന്റെ രാജാവായ അബ്ദുള്ള രാജാവ് അമ്മാനിൽ വെച്ച് പാലസ്തീന്റെ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസിനെയും ഒരുമിച്ച് ചേർത്തിട്ട് ക്രിസ്മസിന്റെ മഹത്തായ ഒരാഘോഷം നടത്തി. അവിടെ അറബികളായ മുസ്ലിങ്ങള് ആവേ മരിയ എന്ന ഗാനം ആലപിച്ചു. അവര് കരോൾ ഗാനം ഒരുമിച്ചിരുന്ന് പാടി. എന്നിട്ട് ഈ അബ്ദുള്ള രണ്ടാമൻ രാജാവ് ലോകത്തോട് പറഞ്ഞു, ദ മെസ്സേജ് ഓഫ് ക്രിസ്മസ് ഈസ് ഫോർ ഓൾ. എല്ലാവർക്കും ഉള്ളതാണ് ഈ ക്രിസ്മസിന്റെ സന്ദേശം. പ്രിയപ്പെട്ടവരാണ് ക്രിസ്മസിന്റെ ദിവസത്തിൽ മാലാഖമാര് ലോകത്തോട് പറഞ്ഞത്, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെന്താണ് ഈ വലിയ സന്തോഷത്തിന്റെ ഈ സദ്വാർത്ത? എന്താണ് ആ സന്തോഷത്തിന്റെ സദ്വാർത്ത എന്ന് പറഞ്ഞാൽ? അത് ഈ ലോകത്തിന്റെ ക്രമത്തെ മാറ്റിമറിച്ച സദ്വാർത്തയാണ്. അന്നുവരെ ദാരിദ്ര്യം ദൈവത്തിന്റെ ശാപമാണെന്ന് കരുതപ്പെട്ടിരുന്നു. ഈശ്വര ദരിദ്രനെ ദൈവത്തിന്റെ മടിയിലിരുത്തി ധനവാന്റെ ലാസറിന്റെ കഥ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദാരിദ്ര്യം ശാപമല്ല, ദാരിദ്ര്യം ദൈവത്തിന് ഇഷ്ടപ്പെട്ട അവസ്ഥയാണ്. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് ഈശോ പറഞ്ഞു. അവിടെ നിന്ന് പാപികളായ മനുഷ്യര് ശിക്ഷിക്കപ്പെടണം, അവര് നരകത്തിലേക്ക് തള്ളപ്പെടണം, അവരെ വീണ്ടെടുക്കാൻ പാടില്ല എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് ഈശോ വരുത്തുന്നില്ല. പക്ഷേ അവരെ വീണ്ടെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ധനവാൻ ധൂർത്തപുത്രന്റെ തന്നെ പറഞ്ഞു.
പാപിനിയായ മറിയത്തെ പിടിച്ച് മുമ്പിൽ നിർത്തി അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ പറഞ്ഞപ്പോ പറഞ്ഞു, ലോകത്തെ ഏറ്റവും മഹത്തായ വിധിവാചകം, പാപം ചെയ്യാത്തവരുകളെ കല്ലെറിയട്ടെ. പ്രിയപ്പെട്ടവരെ, ധാർമ്മികതയുടെ ഏറ്റവും പരമ സംഹിതയിലേക്ക് ഉയർന്നിട്ട് ഈശോ പറഞ്ഞു, വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു പോവും. ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനോട് പറഞ്ഞു, വാളിന്റെ ഉറയിലിടുക. അവിടുന്ന് പറഞ്ഞു, മുറിവേറ്റ് റോഡിൽ കിടക്കുന്നവന് വേണ്ടി നിസ്വാർത്ഥനായി പെരുമാറണമെന്ന് പറഞ്ഞുകൊണ്ട് നല്ല സമരിയാക്കാരന്റെ ഗുണ പറഞ്ഞു. അങ്ങനെ എത്രയോ മഹത്തായ സന്ദേശങ്ങൾ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അവസാനം ധാർമ്മികത പരമകാഷ്ഠയിൽ നിന്നുകൊണ്ട് പിന്നീട് ആർക്കും ഒരിക്കലും ലോകാവസാനത്തോളം പറയാൻ പറ്റില്ലാത്ത മെസ്സേജ് പറഞ്ഞു. അതാണ് നിരീശ്വരവാദിയായ മൈത്രേയൻ ഈ അടുത്ത കാലത്ത് ആവർത്തിച്ചത്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, എന്തിനേറെ കടന്നിട്ട് പറഞ്ഞ് ശത്രുവിനെയും സ്നേഹിക്കുക. ധാർമ്മികതയുടെ പരമകാഷ്ഠ ഇനി അവിടുത്തെ താഴേക്കേ ഉള്ളൂ, മുകളിലേക്കില്ല പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് ക്രിസ്മസിന്റെ സന്ദേശം സകല ജനത്തിനുമുള്ള സദ്വാർത്തയായിട്ട് മാറുന്നത്. അതാണ് ലോകത്തെ തകിടം മറിച്ചത്. അവിടെ നിന്ന് സ്വർഗത്തെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരികയായിരുന്നു. ക്രിസ്മസിൽ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി. ഇതാണ് സ്വർഗം എന്ന് പറയുന്നത്. ഈ സന്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുന്ന ഇടം സ്വർഗമാണ്. അതിലപ്പുറത്തേക്കൊരു സ്വർഗമില്ല പ്രിയപ്പെട്ടവരെ. ഭൂമിയിലേക്ക് സ്വർഗത്തെ ഇറക്കിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് ക്രിസ്മസിന്റെ പരമമായ സന്ദേശം. അതുകൊണ്ടാണ് അബ്ദുള്ള രാജാവും മുഹമ്മദ് അബ്ബാസും അതുപോലെ 146 മുസ്ലിം പണ്ഡിതന്മാരും സ്വാമി വിവേകാനന്ദനും ഒക്കെ ക്രിസ്മസ് ആഘോഷിക്കണം, ക്രിസ്മസിന്റെ സന്ദേശത്തിൽ പങ്കുചേരണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പക്ഷേ ഇന്ന് നമ്മുടെ ഈ കാലം ഈ ദൈവികതയുടെ അംശത്തിൽ നിന്ന് പോകുന്ന ഒരു കാലമായി മാറുകയാണ്. ഞാൻ ഈ കഴിഞ്ഞയിടയ്ക്ക് ഒരു സിനിമയുടെ പരസ്യം കണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ പരസ്യത്തിൽ കാണിക്കുന്നത് എന്താണെന്ന്, ഒരാളുടെ തല വെട്ടിയെടുത്തിട്ട് അതിങ്ങനെ നായകൻ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, മോസ്റ്റ് ക്രൂവലസ്റ്റ് ഫിലിം ഇൻ മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട്. അതിന്റെ താഴെ നമ്മുടെ യുവജനങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ യുവജനങ്ങൾ, കിടു, തീ, കൊടുങ്കാറ്റ് എന്നൊക്കെ പരസ്യം ഇതിടുകയാണ്, കമന്റുകൾ ഇടുകയാണ്. പ്രിയപ്പെട്ടവരെ, നന്മയുടെ ലോകത്തെ വക്രീകരിക്കുന്ന ക്രൂരതയുടെ സംസ്കാരം അവതരിപ്പിക്കുന്ന ഒരു കാലമുണ്ടോ, കാലമായിട്ട് നമ്മുടെ കാലം മാറുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. ക്രിസ്മസിന്റെ സന്ദേശം ഏറ്റുവാങ്ങുമ്പോ ഞാന് തിരുവാമ്പാടിയിലെ ഒരു സംഭവം കൂടെ ഓർത്തു പോവുകയാണ്. അവിടെ ഒരു സാജു ജോർജ് എന്ന് പറയുന്ന 52കാരൻ, അയാള് മദ്യനഗരി തന്റെ +1 കാരനായ ഷാരോൺ എന്ന് പറയുന്ന മകനെ കുത്തിക്കൊന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണീരണിയിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഷാരോന് ആശുപത്രിയിലേക്ക് അവന്റെ അനിയൻ ഷാർലറ്റും 9 ക്ലാസ്സുകാരനായ ഷാർലറ്റും സമീപവാസികളും കൂടെ കൊണ്ടുപോകുമ്പോ രക്തം വാർന്ന് കണ്ണിലൂടെ കണ്ണീരൊഴുകുന്ന ഈ ഷാരോൺ അവര് ചോദിക്കുകയാണ്, ചുറ്റുമുള്ളവരോട് ചോദിക്കുകയാണ്, എന്തിനാണ് എന്റെ പപ്പ എന്നെ കുത്തിയത്, എന്തിനാണ് എന്റെ പപ്പ എന്നെ കുത്തിയത്? പ്രിയപ്പെട്ടവരെ, ചുറ്റും നിന്നവ ജനം, അവര് കൊണ്ടുപോയ ജനം കണ്ണീരണിഞ്ഞുപോയി, അവർ പൊട്ടിക്കരഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാലം ക്രിസ്മസിന്റെ സമാധാനത്തിന്റെ സന്ദേശത്തെ മറന്നിട്ട് ക്രൂരതയുടെയും പകയുടെയും വിദ്വേഷത്തിന്റെയും ഒക്കെ കാലത്തിലേക്ക് പോകുന്നെങ്കിൽ ക്രിസ്മസ് വീണ്ടും വീണ്ടും നമ്മൾ ഒന്നിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ ആഘോഷിക്കണം. പ്രിയപ്പെട്ടവരെ, A.R. റഹ്മാൻ ഒരിക്കൽ പറഞ്ഞില്ലേ, A.R. റഹ്മാനോട് ചോദിച്ചു, ആരെയാണ് താങ്കൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത്? ഇന്ത്യയുടെ യശസ് ഓസ്കർ അവാർഡിലൂടെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച A.R. റഹ്മാൻ അവിടുത്തെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് വിൽ കം അഗൈൻ. ക്രിസ്തു വീണ്ടും വരുമെന്ന് പറയപ്പെടുന്നല്ലോ. ഐ വാണ്ട് ടു സീ ഹിം. എനിക്ക് അവനെ കാണണം, എനിക്ക് ക്രിസ്തുവിനെ കാണണം. പ്രിയപ്പെട്ടവരെ, ഈ മഹത്തായ സന്ദേശമാണ് സമാധാനത്തിന്റെ, ശാന്തിയുടെ, അഹിംസയുടെ, സാഹോദര്യത്തിന്റെ ഈ സന്ദേശമാണ് ക്രിസ്മസ് എല്ലാ ജാതി മതസ്ഥരോടും പറയുന്നത്. അതാണ് സകല ജനത്തിനും വേണ്ടിയുള്ള മഹത്തായ സന്തോഷത്തിന്റെ സദ്വാർത്ത. ആ സന്തോഷ സദ്വാർത്തയിൽ കൂട്ടിക്കല് ഇവിടുത്തെ നാനാജാതി മതസ്ഥരും ഈ സംഘടിക്കപ്പെട്ട ഈ രക്ഷാ റാലിയോട് ചേർന്ന് അണിചേരുകയാണ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ശാന്തിയുടെ സന്ദേശമുണ്ടാകട്ടെ, സാഹോദര്യത്തിന്റെ സന്ദേശമുണ്ടാകട്ടെ, ഏകോദര സഹോദരങ്ങളെ പോലെ വസിക്കാനുള്ള സന്മനസ് ഈ ക്രിസ്മസ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കരിങ്കുന്നം ചന്ദ്രൻ പാടിയ
ഹൈന്ദവനായ സാഹിത്യകാരൻ ഗാനരചയിതാവ് പാടിയ ആ പാട്ട് ഞാൻ പാടുമ്പോൾ എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ലെങ്കിലും അതൊന്ന് ചൊല്ലി ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മഹത്തായ ഗാനമുണ്ടല്ലോ, രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ, നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയണമേ. എല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു.